ഹായ് ഓൾ അസ്സലാമലൈക്കും വെൽക്കം ബാക്ക്. ബാക്കി വന്ന ചോറ് കൊണ്ട് ഇങ്ങനൊരു വിഭവം നിങ്ങൾ സ്വപ്നത്തിൽ പോലും വിചാരിച്ചു കാണില്ല. അതും അടുപ്പ് കത്തിക്കാതെ വെറും 2 മിനിറ്റിൽ മിക്സിയിൽ അടിച്ചെടുക്കാവുന്ന ഒരു മാജിക് ചോക്ലേറ്റ് ഡെസേർട്ടാണ്. പാചകം ഒട്ടും അറിയാത്തവർക്കും ബാച്ചിലേഴ്സിനും ഒരുപോലെ പരീക്ഷിക്കാവുന്ന ഈ വിഭവം എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നമുക്ക് നോക്കാം. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ കാണണേ. ആദ്യം തന്നെ 250 ml കപ്പിന് 1 കപ്പ് ചോറാണ് എടുത്തിരിക്കുന്നത്. നമ്മൾ കഴിക്കുന്ന ഏത് ചോറ് കൊണ്ടും നമുക്ക് ഇതുപോലെ ഉണ്ടാക്കിയെടുക്കാം. അതുപോലെ തന്നെ ബാക്കി വന്നതോ ഇനിയിപ്പോൾ പുതിയതോ ഒക്കെ എടുക്കാവുന്നതേ ഉള്ളൂ കേട്ടോ. ഇനി ഒരു മിക്സിയുടെ ജാറിലോട്ട് നമുക്ക് ചോറ് ചേർത്തി കൊടുക്കാം. 1/4 കപ്പോളം പഞ്ചസാര ചേർത്തി കൊടുക്കാം. നല്ല മധുരം ആവശ്യമുള്ളവർക്ക് കൂടുതൽ പഞ്ചസാര ചേർത്തി കൊടുക്കാം. ഇനി വേണ്ടത് 1/4 കപ്പോളം കൊക്കോ പൗഡറാണ്. ശേഷം ഇതിലോട്ട് നല്ലൊരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ട് 3/4 ടീസ്പൂണോളം വാനില എസൻസ് കൂടി ചേർത്തി കൊടുക്കാം. ഇനി വാനില എസൻസിൻ്റെ ഫ്ലേവർ ഇഷ്ടമില്ലാത്തവർക്ക് 2 ഏലക്കായും ചേർത്തി കൊടുക്കാവുന്നതേ ഉള്ളൂ കേട്ടോ. അതുപോലെ തന്നെ 1/2 കപ്പ് പാൽ ചേർത്തി കൊടുക്കാം. ഇനി വേണ്ടത് 1 ടേബിൾ സ്പൂണോളം പാൽപ്പൊടി ചേർക്കുന്നുണ്ട്. പാൽപ്പൊടിക്ക് പകരം വിപ്പിംഗ് ക്രീമും അതുപോലെ തന്നെ മിൽക്ക് മെയ്ഡും ചേർക്കാവുന്നതേ ഉള്ളൂ കേട്ടോ. നിങ്ങളുടെ കയ്യിൽ ഏതാണെങ്കിൽ അത് ചേർത്തി കൊടുക്കാവുന്ന. ഇനി നന്നായി ഫൈനായിട്ട് തന്നെ നമുക്ക് ഒന്ന് ബ്ലെൻഡാക്കി എടുക്കാം. ഇതുപോലെ ആയിരിക്കണം നമ്മളെ കൺസിസ്റ്റൻസി വരേണ്ടത്. നല്ല തിക്കായിട്ട് വരണം കേട്ടോ. ഇനി നമുക്കിതൊരു ബൗളിലോട്ട് മാറ്റാം. നല്ല സ്മൂത്തായിട്ട് തന്നെ അരഞ്ഞു കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് കുറച്ച് കൊക്കോ പൗഡർ നമുക്ക് കുറച്ച് അരിപ്പയിലിട്ടിട്ട് ഒന്ന് തട്ടിക്കൊടുക്കാം. ഓപ്ഷനിലാണ് കേട്ടോ. കാണാനൊരു ഭംഗിക്കൊക്കെ വേണ്ടിയിട്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് തട്ടിക്കൊടുക്കാം. അതുപോലെ നമ്മളെ കയ്യിൽ ഏത് നട്ട്സാണ് ഉണ്ടെങ്കിൽ അതൊക്കെ ചെറുതായി നമുക്കൊന്ന് ക്രഷ് ചെയ്തിട്ട് ചേർത്തി കൊടുക്കാവുന്നതേ ഉള്ളൂ. ഞാനിവിടെ കുറച്ച് ഉണക്കമുന്തിരിയാണ് കേട്ടോ വെച്ചെടുക്കുന്നത്. അതും കൂടി മുകളിലായിട്ട് ഒന്ന് ഡെക്കറേറ്റ് ചെയ്യാം. ഇനി വേണ്ടത് ഫ്രീസറിൽ 30 മിനിറ്റോളം നമുക്ക് നന്നായിട്ട് തന്നെ തണുപ്പിച്ചെടുക്കണം. തണുപ്പിച്ചിട്ട് കഴിക്കുമ്പോൾ അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. നല്ല ചോക്ലേറ്റ് ഫ്ലേവറിൽ ഇരിക്കുന്നത് കൊണ്ട് കുട്ടികൾക്ക് ഇത് ഒത്തിരി ഇഷ്ടപ്പെടും. ഐസ്ക്രീമിനെയൊക്കെ വെല്ലുവിളിക്കുന്ന രുചിയാണ് അവർ തീർച്ചയായും പറയും. അപ്പോൾ കണ്ടല്ലോ, അടുപ്പിൽ വെച്ച് കഷ്ടപ്പെടാതെ തന്നെ ബാക്കി വന്ന ചോറ് കൊണ്ട് എത്ര എളുപ്പത്തിലാണ് ഈ ചോക്ലേറ്റ് വിഭവം തയ്യാറാക്കിയത് എന്ന്. ഇതാ ഇപ്പോൾ തണുപ്പിച്ചതിന് ശേഷമാണ് കേട്ടോ എടുക്കുന്നത്. എത്ര പെർഫെക്റ്റ് ആയിട്ടാണ് ഇത് വന്നിരിക്കുന്നത് എന്ന് ഇതിൻ്റെ ആ ഒരു ടെക്സ്ചർ കണ്ടാൽ ആരെങ്കിലും പറയുമോ ഇത് ചോറ് കൊണ്ടാണ് ഉണ്ടാക്കിയതെന്ന്. നല്ല ക്രീമി ആയിട്ട് വായിലിട്ടാൽ അലിഞ്ഞു പോകുന്ന പരുവത്തിലാണ് ഇത് കിട്ടിയിരിക്കുന്നത്. ആ വാനിലയുടെയും ചോക്ലേറ്റിൻ്റെയും മണം ഇപ്പോഴേ വരുന്നുണ്ട്. എല്ലാവരും വീട്ടിൽ ഇത് പരീക്ഷിച്ച് നോക്കണം. നിങ്ങളുടെ ഫീഡ്ബാക്ക് താഴെ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. ഇതുവരെയായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം. ഇൻഷാല്ലാ വീണ്ടും കാണാം കേട്ടോ. അടിപൊളി ഒരു റെസിപ്പിയും കൊണ്ട് വീണ്ടും കാണാം. അതുവരേക്കും ഓക്കെ ബൈ. താങ്ക് യു.